മട്ടാഞ്ചേരിയിൽ MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയെ മലപ്പുറത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിലാണ് പ്രതി ആഷിഖിനെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെയും ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും ഇന്ന് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തുടനീളം പോലീസും എക്സൈസും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതിനു പിന്നാലെയാണ് നിരവധി പേർ അറസ്റ്റിലായത്. മട്ടാഞ്ചേരിയിൽ വൻതോതിൽ രാസലഹരി എത്തിയ കേസിലാണ് മുഖ്യപ്രതി ആഷിഖിനെ മലപ്പുറത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ നിന്നാണ് ആഷിഖും സംഘവും മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. 10 പേരാണ് കേസിൽ ഇതുവരെ പിടിയിലായത്. ആലപ്പുഴയിൽ MDMAയുമായി CPIM ബ്രാഞ്ച് സെക്രട്ടറിയെയും പിടികൂടി. സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് അറസ്റ്റിലായത്. പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ നസീബ് സുലൈമാനെ പിടികൂടി. തൃശൂർ നെടുപ്പുഴയിലെ വീട്ടിൽ നിന്ന് ലഹരി പിടികൂടിയ സംഭവത്തിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ നിന്ന് 4 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയും ഇന്നലെ പിടികൂടിയിരുന്നു. മൂവാറ്റുപുഴയിൽ വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ കൊണ്ടുവന്ന MDMAയുമായി 3 പേരെ എക്സൈസ് പിടികൂടി. പുന്നേപ്പടി സ്വദേശികളായ ജാഫർ, നിസാർ, അൻസാർ എന്നിവരെയാണ് പിടികൂടിയത്. 40 ഗ്രാം MDMA കൂടാതെ ഈ കാറും കൂടാതെ തന്നെ MDMA ഇവരുപയോഗിക്കുന്ന ഈ ഗ്ലാസ് റോഡുകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമായിട്ട് വിൽക്കുന്ന 1/2 ഗ്രാം വീതം ആക്കിയിട്ടുള്ള ഒരു 32ഓളം പാക്കറ്റുകളും പ്രതികൾ ഈ MDMA വിറ്റ വകയിൽ ഒരു 35,000 രൂപയും നമ്മൾ ഇന്നലെ സീസ് ചെയ്തിട്ടുള്ളതാണ്. കോഴിക്കോട് മുക്കത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കേസിൽ ഇരട്ടക്കുളങ്ങര സ്വദേശി അരവിന്ദാക്ഷനെതിരെ കേസെടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്താണ് ഇയാൾ ലഹരി വിറ്റിരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പോലും ലഹരി ഉൽപ്പന്നങ്ങൾ സുലഭമായി കിട്ടുന്ന സാഹചര്യത്തിൽ കർശന നടപടിയാണ് പോലീസും എക്സൈസും സ്വീകരിക്കുന്നത്. 24 കൊച്ചി.